ഏവർക്കും വിനീത നമസ്കാരം. ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അവസാന സമയത്ത് എത്തിയിരിക്കുന്ന പുതിയ വാർത്തകൾ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ കുറിച്ച് മാത്രമല്ല, പകരം ചെങ്കടലിൽ ഇപ്പോൾ വലിയ രീതിയിൽ കപ്പലുകളെ തടഞ്ഞുകൊണ്ട് കപ്പലുകൾക്കെതിരെ ആക്രമണം നടത്തുന്ന ഹൂത്തി വിഭാഗത്തെ പറ്റിയിട്ടാണ്. യമനിലെ പ്രധാനപ്പെട്ട ഒരു ഭീകരവാദ സംഘടനയാണ്. ഈ യമനെ സംബന്ധിച്ച് അവിടെ ഇങ്ങനെ ഒരു ഭീകരവാദ സംഘം വലിയ രീതിയിൽ ചെങ്കടലിൽ വന്നുകൊണ്ടുള്ള ഭീകരാക്രമണമൊക്കെ നടത്തണമെങ്കിൽ ഇതിന്റെ പുറകിൽ കൃത്യമായിട്ട് ഒന്നില്ലെങ്കിൽ യമൻ സർക്കാരിന്റെ പിന്തുണ കൃത്യമായിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഇറാനോ അല്ലെങ്കിൽ ഈ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. ഇതിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹൂത്തി വിഭാഗത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് പണവും ആയുധവും എല്ലാം നൽകുന്നത് നമ്മുടെ പൂർണ്ണമായിട്ടും ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിനോടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇങ്ങനെ നിരന്തരമായിട്ട് മതപരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ജൂതന്മാര് ഇറാന്റെ ശത്രുവാണ്, അതിൽ തർക്കമില്ല. അപ്പോൾ ജൂതന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓരോ കലാപരിപാടിയാണ്. ഹിസ്ബുള്ളയെ പ്രോത്സാഹിപ്പിക്കുന്നു. സിറിയ പോലുള്ള രാജ്യങ്ങളിൽ ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ നല്ല സ്വാധീനമുണ്ട്. അവരെ കൊണ്ട് ഇസ്രായേലിന്റെ അതിർത്തി കടത്തി വെട്ടുന്ന രീതിയിലേക്കുള്ള പല പല ആക്രമണങ്ങൾ നടത്തുക. ഇസ്രായേല് സിറിയയിൽ കൊണ്ടുപോയിട്ട് ബോംബിടുന്ന സമയത്ത് ഇറാന്റെ സൈനികർ പോലും സിറിയയിൽ വെച്ച് മരണപ്പെടുന്ന ദിവസം. അപ്പോൾ ഇങ്ങനെ ഹിസ്ബുള്ള ഒരു ഭാഗത്ത്, ഹൂത്തി എന്ന് പറയുന്ന ഹൂത്തി ആളുകൾ, ഈ ഭീകരവാദികൾ എല്ലാവരും മറ്റൊരു ഭാഗത്ത്, എല്ലാവർക്കും പരമമായിട്ടൊരു ലക്ഷ്യം ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കുക. അപ്പൊ ചെങ്കടൽ എന്ന് പറയുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പൽ ചാല് എന്ന് തന്നെ പറയാം. ലോക രാജ്യങ്ങളിൽ 10% വാണിജ്യ വ്യവസായം നടക്കുന്നത് പൂർണ്ണമായിട്ടും ഈ ചെങ്കടലിൽ കൂടെ കപ്പലിൽ വഴിയാണ്. അതിലൊരു തർക്കമില്ല. അപ്പോൾ ഈ സ്ഥലങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിലൂടെ ഇപ്പോൾ സ്വതന്ത്രമായിട്ട് ഒരു കപ്പലിലും പോകാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനാണ്. അത് പൂർണ്ണമായിട്ടും ഹൂത്തി തീവ്രവാദികൾ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ചെയ്തത് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒരു കപ്പൽ പിടിച്ചെടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമായി അത് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാത്ത അവസ്ഥയാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം എന്നോണം ഇപ്പോൾ അമേരിക്ക തന്നെ രംഗത്തിറങ്ങിയാണ്. 2 ദിവസമായിട്ട് അതിന്റെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന വാർത്ത ഇന്നിപ്പോൾ പൂർണ്ണമായിട്ട് എത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ കൂട്ടാളികളായിട്ടുള്ള പ്രത്യേക രാജ്യങ്ങളെ എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൂട്ടായ്മ നാവികന്മാരെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയുടെ സൈനികർ തന്നെ നേതൃത്വം കൊടുക്കുന്ന ടീമാക്കി ഹൂത്തികളെ ആക്രമിക്കാനുള്ള ഒരു കലാപരിപാടി. എന്ന് വെച്ചാൽ ഇസ്രായേൽ ഹമാസ് ഭീകരവാദികളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് പോലെ, അല്ലെങ്കിൽ ഇസ്രായേൽ തന്നെ ഹിസ്ബുള്ള ഭീകരവാദികളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് പോലെ, അമേരിക്ക ഡയറക്റ്റ് ഇസ്രായേലിന്റെ പോലും പിന്തുണയില്ലാതെ നേരെ ഹൂത്തി വിഭാഗത്തിലെ ഈ തീവ്രവാദികളെ കൃത്യമായിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ അടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയ വിഭാഗം ഹൂത്തി തീവ്രവാദികൾ ചെങ്കടലിൽ നിന്ന് അവരുടെ ഈ ആക്രമണ പദ്ധതികൾ അവസാനിപ്പിച്ചുകൊണ്ട് പിന്നോട്ട് മാറിയിരിക്കുകയാണ്. പെട്ടെന്നൊരു ആക്രമണം അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ഭാഗത്ത് ഉണ്ടാക്കാനുള്ള എല്ലാവിധ സാഹചര്യവും സെറ്റായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഇനി അടുത്തൊരു സ്റ്റെപ്പ് നോക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ഹൂത്തി ഭീകരവാദികൾ പിന്മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, ജിഹാദി ഭീകരവാദികൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ പിന്നോട്ട് പോകും. ആ പിന്നോട്ട് പോയില്ലെങ്കിൽ അവർക്കറിയാം നിലനിൽപ്പില്ല. കാരണം ലോകത്തിൽ ഭീകരത എന്ന് പറയുന്ന സംഭവം ഇന്ന് ഈ ഇസ്രായേലോ അല്ലെങ്കിൽ ഇന്ത്യയോ മാത്രമല്ല ഇന്ന് അനുഭവിക്കുന്നത്. ആദ്യം ഒരു 10 വർഷങ്ങൾക്കോ 20 വർഷങ്ങൾക്കോ മുന്നേ നമ്മൾ ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ഭീകരവാദികളെ കൊണ്ട് കെടുതി അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇറാഖ്, സിറിയ പോലെയുള്ള രാജ്യം അത് പതിവാണ്. അവര് ആഭ്യന്തരമായിട്ട് തീവ്രവാദ സംഘടനകൾ ഇല്ലെങ്കിൽ പോലും സുന്നി ഷിയ വിഭാഗങ്ങളൊക്കെ തമ്മിൽ കൂട്ടിയടിച്ച് മരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴായിട്ട് കാണാറുണ്ട്. ഈ ഭീകരത എന്ന് പറഞ്ഞാൽ ഈ സുന്നികൾക്കും ഷിയകൾക്കൊക്കെ പാകിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ അവർക്കത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും അങ്ങനെയായിരുന്നില്ല. അപ്പോൾ ഈ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യയും ഇസ്രായേലൊക്കെ വലിയ പ്രതിസന്ധി ഭീകരവാദികളെ കൊണ്ട് ഇവിടെ അനുഭവിക്കുന്ന സമയത്ത്, കശ്മീർ വിഷയമൊക്കെ നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന സമയത്ത് ഇവരൊക്കെ അവിടെ ഇരുന്നിട്ട് ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയും. അത് ഇന്ത്യയുടെ ഭാഗത്ത് തെറ്റുണ്ട്, ഇന്ത്യ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് വലിയ വീഴ്ചകളുണ്ട്, അതുകൊണ്ട് ഇസ്രായേലിൽ സംയമനം പാലിക്കണം, ഇന്ത്യയിൽ സംയമനം പാലിക്കണം ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പല പല പ്രസ്താവനകൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ പല മേലാളന്മാരിരുന്ന് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ അവർക്ക് കാര്യം ഏകദേശം മനസ്സിലായി. എന്തുകൊണ്ടായിരിക്കാം? നിരവധി അഭയാർത്ഥികൾ, ഇപ്പൊ നമ്മൾ ഇന്ത്യയിലേക്കൊക്കെ വന്നിട്ടുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പോലെ തന്നെ പല അഭയാർത്ഥികൾ സിറിയ, ലെബനൻ പോലെയുള്ള സ്ഥലങ്ങളിൽ കടൽ മാർഗം യൂറോപ്പിലേക്ക് കുടിയേറുന്നൊരു കാഴ്ചപ്പാട് ഉണ്ടായിട്ടുണ്ട്.
തർക്കമൊന്നുമില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിരന്തരമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ഫ്രാൻസിലേക്കാണെങ്കിലും സ്പെയിനിലേക്കാണെങ്കിലും അതുപോലെ തന്നെ നെതർലൻഡിലേക്കാണെങ്കിലും ഒക്കെ പോയിട്ടുണ്ട്. അവരെല്ലാവരും മനുഷ്യാവകാശ സംരക്ഷണം എന്നുള്ള രീതിയിലേക്ക് ഈ രാജ്യങ്ങൾ ഒന്നടങ്കം ഇവരെ മുഴുവൻ അങ്ങോട്ട് ഉൾക്കൊണ്ടു. പക്ഷെ ഇപ്പോഴെന്താണ്, ഈ അവിടെ എത്തിയിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന് ഈ രാജ്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അവരുടെ ശരീഅത്ത് നിയമം, ഈ ശരീഅത്ത് നിയമത്തിന്റെ കീഴിലേക്ക് ഈ രാജ്യങ്ങളെയൊക്കെ കൊണ്ടുവരണം. ലോകം മുഴുവൻ ഇവരുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്ന പോലെ സംവിധാനം സെറ്റ് ചെയ്യണം എന്നാണ് ഇവരുടെ ആഗ്രഹം. അപ്പൊ ഇവിടെ സംഭവിച്ചത് പൂർണ്ണമായിട്ട് ഇന്ന് സ്വതന്ത്രമായിട്ട് ഒരു ആഘോഷ പരിപാടി ആർമിയുടെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അവസ്ഥ എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് വരിക, ഒരു കത്തിയെടുത്ത് എല്ലാവരും കുത്തിക്കൊല്ലുക, അവരുടെ മതമായിട്ടുള്ള അല്ലെങ്കിൽ തക്ബീർ മുഴക്കിക്കൊണ്ട് വലിയ രീതിയിൽ അങ്ങനെ ചെയ്യുക, അതോടൊപ്പം സ്ഫോടനങ്ങൾ നടത്തുക, തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുക, ട്രക്കടിച്ച് ആക്രമണം നടത്തുക. ഇതിന്റെ അവസാനത്തെ പേരെത്തുന്നത് ISIS പോലെയുള്ള ജിഹാദി ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ പേരുകളിലേക്ക്. അതിന്റെ പ്രവർത്തനത്തിൽ ആകൃഷ്ടനായി ഈ അതിൽ പ്രകോപിതനായിട്ട് ഇങ്ങനെ കാഫിറുകൾക്കെതിരെ വിശുദ്ധ യുദ്ധം ചെയ്തതാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഇവർക്ക് കാര്യം മനസ്സിലായി. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എന്തുകൊണ്ടാണോ വലിയ രീതിയിൽ ഇസ്രായേലിനെ ഇപ്പൊ എതിർക്കാത്തത്, അല്ലെങ്കിൽ ഒരു സമയത്തൊക്കെ വലിയ പിന്തുണ പാലസ്തീൻ അങ്ങനെയല്ലേ, പാലസ്തീനിലെ ജനങ്ങൾ പാവങ്ങളല്ലേ, കുഞ്ഞുങ്ങൾ മരിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഈ യൂറോപ്പിലെ പല മനുഷ്യാവകാശ സംരക്ഷകരൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് പറയാറുണ്ടായിരുന്നു. ഇപ്പോ ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധം ഒന്നും അവർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. അവർ പൂർണ്ണമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ വിഷയങ്ങൾ തന്നെ ആദ്യം തീർക്കണ്ടേ. യൂറോപ്യൻ യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ഇപ്പൊ അവിടെ അതിൻ്റെ ഉള്ളിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ടും അടുത്ത സിറ്റുവേഷൻ മാറിയിരിക്കുന്നു. അവസാനമായിട്ട് നെതർലാൻഡ് അറിയാലോ, ഹോളണ്ട്. അപ്പോൾ ഇവര് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാനമന്ത്രി പരസ്യമായിട്ട് തിരഞ്ഞെടുപ്പ് ആഹ്വാനം എന്ന് പറഞ്ഞാൽ ഖുർആൻ കത്തിക്കുക, അതോടൊപ്പം തന്നെ ഖുർആൻ നിരോധിക്കും, ഇതുപോലുള്ള കലാപരിപാടിയാണ്. അപ്പൊ ഈ വലതുപക്ഷ രാഷ്ട്രീയ ചിന്താഗതിക്കാരനോടെ ഇങ്ങനെ പറയുന്നതിന്റെ പേരിൽ ജനങ്ങളെ അയാളെ ഏറ്റെടുത്തുകൊണ്ട് അയാളെ പ്രധാനമന്ത്രിയാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ വലിയ തീവ്രമായിട്ടുള്ള ജിഹാദി ഭീകരവാദികളുടെ ചിന്താഗതി കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സമാധാനപരമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഈ രാജ്യങ്ങളിലെ ഇസ്ലാമിക സഹോദരന്മാർ തന്നെയാണ്. അവരിപ്പോ വലിയ രീതിയിൽ ജിഹാദികളെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് അവരെ പോലും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഓടിക്കുന്ന അവസ്ഥയിലേക്ക്. ഫ്രാൻസ് ഒക്കെ എടുത്തിരിക്കുന്ന നടപടികളൊക്കെ ശക്തം. ശരീഅത്ത് നിയമം ഇവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റലിയുടെ പ്രധാനമന്ത്രി സ്ത്രീയാണ്. അവർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പൊ നിരന്തരമായിട്ട് ആദ്യം ഇത് ബ്രിട്ടനിലോ ഫ്രാൻസിലോ മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യം യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും പടർന്ന് പന്തലിച്ചുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യയും ഇസ്രായേലൊക്കെ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിച്ച പല പല പ്രശ്നങ്ങളും ജിഹാദി ഭീകരവാദികളിൽ നിന്ന് അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് ലോകം മുഴുവൻ അനുഭവിക്കണം. അപ്പോൾ ലോകം ഒറ്റക്കെട്ടായിട്ട് ജിഹാദിനെതിരെ തിരിഞ്ഞിരിക്കണം. അതാണ് ഇപ്പോൾ ഹൂത്തി വിഭാഗത്തിലെ ആളുകൾക്ക് ചെങ്കടലിൽ വെച്ച് പണി കൊടുക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ അമേരിക്ക പോലും മാറിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം.